2024 ജൂൺ 13 അക്ഷരമുറ്റം പതിപ്പിൽ നിന്നും വന്ന പകുതിയോളം ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ പതിപ്പിലെ മുഴുവൻ ചോദ്യങ്ങളും ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിക്കാത്തതുകൊണ്ട് നമ്മൾ 2 വീഡിയോയായി ചെയ്യുന്നതായിരിക്കും. അടുത്ത വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ വീഡിയോയുടെ അവസാനത്തിൽ ഒരു ബോണസ് ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അതിന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആദ്യം കമന്റ് ചെയ്യുന്ന ശരിയുത്തരത്തെ നമ്മൾ പിൻ ചെയ്ത് അടുത്ത വീഡിയോയിൽ വിജയിയായി പ്രഖ്യാപിക്കുന്നതായിരിക്കും. ഇതിനു മുമ്പ് ഈ ചാനലിൽ അക്ഷരമുറ്റം ക്യൂസുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. കൂട്ടുകാർക്ക് അത് കാണാൻ വേണ്ടിയിട്ട് ചാനലിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം. അത് നിങ്ങൾ തീർച്ചയായും കാണുക. പിന്നെ മറ്റൊരു കാര്യം കൂടി പറയാണ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തുടർന്നും ഇതുപോലുള്ള വീഡിയോസൊക്കെ ലഭിക്കാൻ വേണ്ടിയിട്ട് സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തുള്ള ബെൽ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ ഉത്തരത്തോടൊപ്പം കമന്റ് ചെയ്യാനും കൂടി ശ്രമിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഈ പതിപ്പിലെ ഒന്നാമത്തെ ചോദ്യമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ദ ഹിഡൻ ലൈഫ് ഓഫ് ട്രീ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ദ ഹിഡൻ ലൈഫ് ഓഫ് ട്രീ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ആരാണ്? ഉത്തരം പീറ്റർ വോളപ്പൻ. പീറ്റർ വോളപ്പനാണ് ഈ ബുക്ക് രചിച്ചത്. രണ്ടാമത്തെ ചോദ്യം, ദ ഹിഡൻ ലൈഫ് ഓഫ് എ ട്രീ എന്ന പുസ്തകം മലയാളത്തിലോട്ട് വിവർത്തനം ചെയ്തത് ആരാണ്? ദ ഹിഡൻ ലൈഫ് ഓഫ് ട്രീ എന്ന പുസ്തകം മലയാളത്തിലോട്ട് വിവർത്തനം ചെയ്തത് ആരാണ്? ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുടെ പേരാണ് ചോദിച്ചത്. ഉത്തരം സ്മിത മീനാക്ഷി. സ്മിത മീനാക്ഷിയാണ് ദ ഹിഡൻ ലൈഫ് ഓഫ് ട്രീ എന്ന പുസ്തകം മലയാളത്തിലോട്ട് വിവർത്തനം ചെയ്തത്. മൂന്നാമത്തെ ചോദ്യം, പീച്ച് മരത്തിൻ്റെ ആയുസ് എത്ര വർഷമാണ്? പീച്ച് മരത്തിൻ്റെ ആയുസ് എത്ര വർഷമാണ്? ഉത്തരം 400 വർഷം. 400 വർഷം ആയുസ്സുള്ള ഒരു മരമാണ് പീച്ചുമരം. നാലാമത്തെ ചോദ്യം, മലയാളത്തിലെ ഭാവഗായകൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? മലയാളത്തിലെ ഭാവഗായകൻ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ഉത്തരം ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള. മലയാളത്തിലെ ഭാവഗായകൻ എന്നറിയപ്പെടുന്നത് ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയാണ്. അടുത്ത ചോദ്യം, ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള ജനിച്ചത് എന്നാണ്? ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള ജനിച്ചത് എന്നാണ്? ഉത്തരം 1911 ഒക്ടോബർ 10 കൊച്ചിയിലെ ഇടപ്പള്ളിയിൽ വെച്ച്. ഉത്തരം 1911 ഒക്ടോബർ 10 കൊച്ചിയിലെ ഇടപ്പള്ളിയിൽ വെച്ച്. അടുത്ത ചോദ്യം, ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള നിര്യാതനായത് എന്നാണ്? ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള നിര്യാതനായത് എന്നാണ്? ഉത്തരം 1948 ജൂൺ 17. 1948 ജൂൺ 17. അടുത്ത ചോദ്യം, ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള രചിച്ച സമാഹാരമായ ബാഷ്പാഞ്ജലിയെ എത്ര കവിതകളാണ് ഉൾക്കൊള്ളുന്നത്? ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള രചിച്ച ബാഷ്പാഞ്ജലി എന്ന സമാഹാരത്തിൽ എത്ര കവിതകളാണ് ഉൾക്കൊള്ളുന്നത്? ഉത്തരം 53 കവിതകൾ. 53 കവിതകളാണ് ബാഷ്പാഞ്ജലിയിൽ ഉള്ളത്. അടുത്ത ചോദ്യം, മലയാളത്തിലെ ആദ്യ നാടകീയ വിലാപകാവ്യം ഏതാണ്? മലയാളത്തിലെ ആദ്യ നാടകീയ വിലാപകാവ്യം ഏതാണ്? ഉത്തരം രമണൻ. തൻ്റെ 25ാമത്തെ വയസ്സിലാണ് ചെങ്ങമ്പുഴ രമണൻ രചിച്ചത്. അടുത്ത ചോദ്യം, ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ സ്മരണ സമർപ്പിച്ചുകൊണ്ട് ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള രചിച്ച കാവ്യം ഏതാണ്? ഇടപ്പള്ളി രാഘവൻ പിള്ളയുടെ സ്മരണ സമർപ്പിച്ചുകൊണ്ട് ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള രചിച്ച കാവ്യം ഏതാണ്? ഉത്തരം രമണൻ. രമണനാണ് ആ കാവ്യം. അടുത്ത ചോദ്യം, ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിരരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന് തുടങ്ങുന്ന വരികൾ രചിച്ചത് ആരാണ്? ഇതിനൊക്കെ പ്രതികാരം ചെയ്യാതടങ്ങുമോ പതിരരെ നിങ്ങൾ തൻ പിന്മുറക്കാർ എന്ന് തുടങ്ങുന്ന വരികൾ രചിച്ചത് ആരാണ്? ഉത്തരം ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള. ചെങ്ങമ്പുഴ കൃഷ്ണപിള്ളയുടെ വാഴക്കുല എന്ന കൃതിയിലെ വരികളാണിവ. ഇന്നത്തെ ബോണസ് ചോദ്യത്തിലോട്ട് കടക്കാം. ദേവഗീത എന്നത് ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള ട്രാൻസ്ലേറ്റ് ചെയ്ത ഒരു കൃതിയാണ്. ദേവഗീത എന്നത് ചെങ്ങമ്പുഴ കൃഷ്ണപിള്ള വിവർത്തനം ചെയ്ത ഒരു കൃതിയാണ്. ഇത് ആരുടെ കൃതിയാണ്? ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യുക.